Okay, good afternoon all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, class Good afternoon, sir. ഉറപ്പായോ? ഉറങ്ങിയാണോ എല്ലാവരും? ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക, എല്ലാവരും മ്യൂട്ട് ചെയ്യണം. ഇത് പ്രത്യേകം എല്ലാ ദിവസവും എടുത്ത് പറയുന്നുണ്ട്, എങ്കിലും പലരും മ്യൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ മ്യൂട്ട് ചെയ്യണം. അത്യാവശ്യം എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദിക്കണമെങ്കിൽ മാത്രം നിങ്ങൾ കമന്റ് ആയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. കാരണം ഒരാളെ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അപ്പൊ അതൊരു കംപ്ലൈന്റ്സ് ആവാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ICU അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് നമ്മൾ എടുത്തത്. ഓക്കെ, ആ ചാപ്റ്റർ തീർന്നായിരുന്നോ? നമുക്ക് കണ്ടിന്യൂ ചെയ്തായിരുന്നോ? അത് എവിടെ വരെ നമുക്ക് എടുത്തത്? ഓൾമോസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. ദെൻ എനിക്ക് തോന്നുന്നു റെസ്പോൺസിബിലിറ്റീസ് വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്, അല്ലെങ്കിൽ ഫുൾ ആയിട്ട് എടുത്തായിരുന്നോ? റെസ്പോൺസിബിലിറ്റീസ് വരെയല്ലേ പറഞ്ഞത്? Yes, ma'am. ഓക്കെ, ദെൻ നമുക്ക് ഇനി അത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് നമ്മൾ തുടങ്ങിയാലോ കേട്ടോ. ഒരു ചെറിയൊരു 2 പോർഷൻസും കൂടി ഉള്ളൂ. മാം, ഇത് എത്രാമത്തെ ചാപ്റ്റർ ആയിരുന്നു? ഓക്കെ, ഇത് ചാപ്റ്റർ 10 ആണ്. ചാപ്റ്റർ 13, ചാപ്റ്റർ 13 ഇന്റൻസീവ് കെയർ. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുർ. എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പേഷ്യൻസിനെ സംബന്ധിച്ച് അവർക്ക് എൻഷുർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ഇത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. നോക്കാം, ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി, sufficient resource in good working condition, ample number of skilled medical and nursing team, standard of care that include proper referral system, ensure quality assurance programs, proper policy for admission discharge procedures. And suitable environment for patient safety. അതായത് പേഷ്യന്റിന് സേഫ് ആയിട്ടുള്ള രീതിയിൽ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക, നല്ലൊരു എൻവയോൺമെന്റ് അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് പോയിന്റ് നോക്കാം, സഫീഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഫീഷ്യന്റ് ആവശ്യമുള്ള സ്രോതസ്സുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. വർക്കിംഗ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, ഒരു ICUല് ധാരാളം എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ, മെഷീൻസ് ഉണ്ട്, എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള മെഷീൻസ് അതൊക്കെ നല്ല ഗുഡ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനിലാണോ അത് പ്രവർത്തിക്കുന്നത് അല്ലെ, നല്ല രീതിയിലുള്ളതാണോ? ഇപ്പോ എന്തെങ്കിലും ഇൻകേസ് ചാർജിലിടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ ബാറ്ററി ഒക്കെ അതൊക്കെ ഫുള്ളാണോ, ചാർജ് ഒക്കെ ഫുള്ളാണോ, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വർക്കിംഗ് കണ്ടീഷൻ, അതായത് നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വേണം അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ പോയിന്റ്, ആംബിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം അല്ലെ. ആംബിൾ മീൻസ് എന്താണ്? വിദഗ്ധൻ അല്ലെങ്കിൽ വൈദഗ്ധ്യമുള്ള ഒരു സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീമിനെ വേണം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ. നാലാമത്തെ പോയിന്റ് നോക്കാം, സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൽ സിസ്റ്റം. അതായത് നല്ലൊരു രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, അതായത് വേറെ മോശപ്പെട്ട രീതിയിലല്ല, നല്ലൊരു രീതിയിലുള്ള ഒരു പരിചരണം പേഷ്യൻസിന് കൊടുക്കുക. ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൽ സിസ്റ്റം. പ്രോപ്പർ റെഫറൽ സിസ്റ്റമിനോട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡേ ടു ഡേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അല്ലേ, ആ ഒരു രീതിയിലുള്ള റെഫറൽ സിസ്റ്റം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും ട്രീറ്റ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്ത് കൊടുക്കുക. എൻഷുർ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ്. ഇനി ക്വാളിറ്റി പ്രോഗ്രാംസ് ഒക്കെ കുറച്ച് പ്രൊവൈഡ് ചെയ്യുക ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന്. നമുക്കറിയാം, ഇപ്പോ സൗജന്യ നേത്രദാന ക്യാമ്പ്, അല്ലെങ്കിൽ ഇപ്പോ ഷുഗർ അല്ലെങ്കിൽ അങ്ങനെ പ്രഷർ അങ്ങനെയൊക്കെ ചെക്കിങ്ങിന്റെ ഇതും, അലർജി ടെസ്റ്റുകൾ, അങ്ങനെ ചില ക്യാമ്പുകളൊക്കെ നമ്മൾ ഹോസ്പിറ്റലുകൾ അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കുറച്ചുകൂടി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ. അഡ്മിഷനും ഡിസ്ചാർജിനും നമുക്കറിയാം കുറെ പ്രോസസ് ഒക്കെ ഉണ്ട്. നമ്മള് ആദ്യം തന്നെ ഒരു രോഗിയെ ഡോക്ടറിനെ കാണാൻ ചെല്ലുമ്പോൾ നമ്മള്
റിസപ്ഷനിൽ ചെന്നിട്ട് അഡ്മിഷൻ എടുത്തു, നമ്മളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് അതെല്ലാം സംസാരിച്ചു. ദെൻ നമുക്ക് ഡോക്ടറിന്റെ റൂമിൽ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയും അല്ലെ. എന്നിട്ടാണ് നമുക്ക് ടോക്കൺ നമ്പർ ഒക്കെ തന്നിട്ടാണ് നമ്മൾ ആ ഡോക്ടേഴ്സിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് അല്ലെ. സോ ഇതുപോലെ തന്നെയാണ് ഡിസ്ചാർജ് പ്രൊസീജിയർ. ഡിസ്ചാർജ് നമുക്കറിയാം, പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്തു എന്ന് പറയുമ്പോ അപ്പൊ തന്നെ നമുക്ക് പോരാനായിട്ട് പറ്റുമോ? ഇല്ല. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ചിലപ്പോ മെഡിസിൻ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ മെഡിസിൻ വാങ്ങിക്കേണ്ടതായിട്ട് വരും. ബില്ലിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനുണ്ട്, അതൊക്കെ സെറ്റിൽ ആക്കാനുണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 6 പോയിന്റ് ഉള്ളൂ, എളുപ്പമാണ്, കുഴപ്പമില്ല. നിങ്ങളൊക്കെ വായിച്ചാൽ സ്വയം മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള പോയിന്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് പോലെയാണ് ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷൻ ആണ് ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ICU ഇൻചാർജിനെ പറ്റി പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഇൻചാർജ് അല്ലെ, ICU ഇൻചാർജിന് കുറെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ICUലുള്ള മറ്റൊരു വ്യക്തിയാണ് ICU സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ICU സെക്രട്ടറി ചെയ്യേണ്ടതെന്നാണ് നമുക്ക് പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ വായിക്കുമ്പോൾ നിങ്ങളും ഒപ്പം തന്നെ ഒന്ന് വായിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, a unit secretary in the ICU is normally the first person whom family members and visitors meet when coming to the ICU. ഒരു ICU സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു ICUവിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പോ നമ്മളുടെ ആരെങ്കിലും ഒരു പേഷ്യന്റ് ICU കിടക്കുന്നുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡറോ നമ്മളുടെ റിലേറ്റീവ്സോ ആദ്യം കാണുന്നത്, മീറ്റ് ചെയ്യുന്നത് ആരെയാണ്? ICU സെക്രട്ടറിനെ ആയിരിക്കും. അതാണ്, അദ്ദേഹമാണ് അവിടുത്തെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കാം. അറ്റൻഡ് കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജസ് പ്രോപ്പർലി. ഇനി ICUവിലെ കോൾസ് കാര്യങ്ങളൊക്കെ വരാറില്ലേ? ഇപ്പോ മറ്റേ വാർഡിൽ നിന്ന് ഒരു പേഷ്യന്റിനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇൻഫോം ഒക്കെ ചെയ്യാറില്ലേ? കോൾസും കാര്യങ്ങളും. ഇങ്ങനെയുള്ള കോൾസും അല്ലെങ്കിൽ ICU എന്നുള്ള മെസ്സേജസുകളൊക്കെ ഇപ്പൊ ആർക്ക് ചിലപ്പോ എന്തെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു, അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങൾ വേണം അല്ലെ. അങ്ങനെയുള്ള കേസസ് ഒക്കെ കോൾസുകളും മെസ്സേജസുകളും പാസ് ചെയ്യുന്ന ഉത്തരവാദിത്വം ICU സെക്രട്ടറിക്ക് ആണ്. Then third point, accountable for greeting them and listening to determine what the client requires. Accountable for greeting അല്ലെ, അവരെ സ്വീകരിക്കുന്നത്. ഗ്രീറ്റിംഗ് മീൻസ് അവരെ നല്ല രീതിയിൽ നമ്മൾ ICUലോട്ട് പേഷ്യൻസിനെ എടുക്കുന്നതും. Then listening to determine, അതായത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ക്ലയന്റ് റിക്വയർസ്. ക്ലയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? പേഷ്യന്റ് ആണ് നമുക്ക് ക്ലയന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ പേഷ്യന്റിനെ സംബന്ധിച്ച് അവർക്ക് എന്താണോ, അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതെല്ലാം അവർക്ക് വേണ്ട, അവരുടെ കാര്യങ്ങളെല്ലാം കേട്ട് അതെല്ലാം അവർക്ക് വേണ്ട റിക്വയർമെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഫോർത്ത് പോയിന്റ് നോക്കാം. The secretary is liable to answer basic questions and provide general information such as the visiting hours for ICU. അതായത് ഇവിടെ പറയുന്നത് ലയബിൾ മീൻസ് ബേസിക് എന്നൊക്കെ പറയില്ലേ നമ്മള്, ഒരു അടിസ്ഥാനം, ബേസിക് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയാറില്ലേ, അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും. പിന്നെ എന്താണ്, ICU സന്ദർശന സമയമുണ്ട്, വിസിറ്റിംഗ് സമയമില്ലേ. ഇപ്പൊ നമ്മള് ICU അല്ലെങ്കിൽ പോലും വേറെ ഒരാൾ നമ്മള് പേഷ്യന്റ് അഡ്മിറ്റഡ് ആവുമ്പോൾ സന്ദർശകർക്ക് ഒരു ടൈം അവര് നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെ. ആ ടൈമിൽ മാത്രമേ വിസിറ്റിംഗ് പാടുള്ളൂ. ദെൻ ആ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാനായിട്ട് അലൗഡ് അല്ല. സോ അതുപോലെ തന്നെയാണ് ICUവിൽ ഒരു ടൈം അവര് ഓൾറെഡി അവരെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർശന സമയം പോലുള്ള വിവരങ്ങൾക്കൊക്കെ ഉത്തരം നൽകേണ്ടതും ആരാണ്? സെക്രട്ടറിയാണ് തീരുമാനിക്കുന്നത്. Then, if cannot provide information concerning the medical status of a patient, it is the secretary who helps point the customers in the right direction and refers them to other staff members if needed. അതായത് ഇപ്പോ ഇൻ കേസ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനില് സെക്രട്ടറിക്ക് ആ ഒരു പേഷ്യന്റിന്റെ ആരോഗ്യനിലയെ കുറിച്ചുള്ള കാര്യങ്ങൾ ചിലപ്പോ പൂർണ്ണമായിട്ട് പറയാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? റൈറ്റ് ഡയറക്ഷന് വേണ്ടിയിട്ട് അല്ലെ, ശരിയായിട്ടുള്ള ഒരു ഡയറക്ഷന് വേണ്ടിയിട്ട് അവിടെയുള്ള നഴ്സസ്മാരുണ്ടാവില്ലേ, സ്റ്റാഫ് മെമ്പേഴ്സ്, അവരുടെ ആവശ്യം കൂടി അദ്ദേഹത്തിന് വേണ്ടി വരുന്നത് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേഷ്യൻസിന്റെ ആരോഗ്യനിലയിലെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു
ആ ഒരു ബൈസ്റ്റാൻഡറിനോട് പറയാൻ സാധിച്ചില്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫിന്റെ ഒരു സഹായവും കൂടി അദ്ദേഹത്തിന് തേടേണ്ടതായിട്ട് വരുന്നു. Then, അടുത്ത പോയിന്റ്, പെർഫോം ക്ലറിക്കൽ ടാസ്ക്, അപ്ഡേറ്റ് ബർത്ത് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ. പെർഫോം ക്ലറിക്കൽ ടാസ്ക്, ക്ലറിക്കൽ അറിയാലോ നിങ്ങൾക്ക്, ബിൽസും കാര്യങ്ങളും അങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ പെർഫോം ചെയ്യുക. Then, അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ്. ബെഡ് സ്റ്റാറ്റസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഐസിയുലെ ബെഡ് അവൈലബിൾ ആണോ, ഇന്ന പേഷ്യന്റ് ഇന്ന ടൈമിൽ ഡിസ്ചാർജ് ആയി, അതെല്ലാം എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്യണം. Then, അത് എന്നാലല്ലേ നമ്മള് ഒരു വാർഡിൽ നിന്നും ഒരു പേഷ്യന്റിനെ ഐസിയുലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഐസിയു സെക്രട്ടറിയെ വിളിക്കും, എന്നിട്ട് ചോദിക്കും അല്ലെ, അവിടെ ഇന്ന ഒരു പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ആക്കാൻ പോകുന്നുണ്ട്, വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ദെൻ അവിടെ ബെഡ് അവൈലബിൾ ആണോ? ബെഡ് അവൈലബിൾ അല്ലെങ്കിൽ ആളെ കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. സോ ബെഡ് അവൈലബിൾ ആണോ എന്ന് നമ്മൾ ചോദിക്കും, വിളിച്ച് അല്ലെ. അങ്ങനെയുള്ള ബെഡ് സ്റ്റാറ്റസ് ഒക്കെ കമ്പ്യൂട്ടറിൽ പ്രോപ്പർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്യുക. ദെൻ മെയിൻറ്റെയിൻ ഫയൽസ് ആൻഡ് ഓർഗനൈസ് പേഷ്യന്റ് റെക്കോർഡ്സ്. ഫയലുകളും പേഷ്യന്റ് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. Then work with other departments to coordinate care services. ഐസിയുവിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോ ഫാർമസി അല്ലെങ്കിൽ വേറെ സെക്ഷൻസ് ഒക്കെ, എക്സ്റേ, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ്, അവരുടെ ഒപ്പം കൂടി എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്തിട്ട് ഒന്ന് സഹകരിക്കുക എന്നൊക്കെ പറയില്ലേ, ഒരു മറ്റു ഡിപ്പാർട്ട്മെന്റിനോട് കൂടി നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു സെക്രട്ടറി, ഐസിയു സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കുഴപ്പമില്ലാലോ? നമുക്ക് വായിച്ച നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാകുന്ന ഒരു ടോപ്പിക്കാണ്, ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയുമാണ് ഈ ഒരു ഐസിയു അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നൊരു ചാപ്റ്റർ. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. ഓൾവേസ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, മാമിന്റെ പേര് രമ്യ എന്നാണോ? അല്ല, രമ്യ മാം നിങ്ങൾക്ക് എടുത്തിരുന്നോ? നെയിം എന്തോ എനിക്കും അറിയില്ല. ഓക്കെ, എന്റെ പേര് ട്രീസ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, എന്റെ ക്ലാസ്സിൽ കയറിയിട്ടില്ല ഇതുവരെ? ആദ്യമായിട്ടാണോ? ബാക്കി എല്ലാവർക്കും എന്റെ ക്ലാസ്സിൽ കയറിയിട്ടുള്ളവരല്ലേ നിങ്ങള്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ ഇപ്പൊ നമുക്ക് തീർന്നിരിക്കുകയാണ്. അപ്പോ ഞാനൊരു കാര്യം പറയാം നിങ്ങളോട് പ്രത്യേകിച്ച്, കാരണം നിങ്ങൾക്ക് എല്ലാ ടീച്ചേഴ്സും ഇവിടെ ചെയ്യുന്നതൊക്കെ അറിയില്ല. പക്ഷെ ഞാൻ എടുക്കുന്ന എന്റെ ചാപ്റ്റേഴ്സിന്റെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ചെറിയൊരു ടെസ്റ്റ് പേപ്പർ പോലെ ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമുക്ക് ഇടാലോ അങ്ങനെ? ഓക്കെ, ഒരു കുഞ്ഞു ചെറിയൊരു ടെസ്റ്റ് പേപ്പർ മീൻസ് ഇത് നിങ്ങൾക്ക് ടൈം ടേബിൾ തന്നിട്ടില്ലാലോ? നമുക്ക് മൺഡേ നിങ്ങൾക്ക് എന്തായാലും എന്റെ ക്ലാസ് വരുന്നുണ്ട്, മൺഡേ. ഓക്കെ, അപ്പോ മൺഡേ വരുമ്പോൾ ഈ ഒരു ചാപ്റ്റർ ഫുൾ ആയിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഒരു 10 മാർക്കിന്റെ ഒരു 10 മാർക്സ് 10 ക്വസ്റ്റ്യൻസ് ഇടുന്നുള്ളൂ. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ക്വസ്റ്റ്യൻ പറയും, നിങ്ങൾ അതിന്റെ ആൻസർ മാത്രം ചെയ്യാം. 10 ക്വസ്റ്റ്യൻ ആണ് ഇടുന്നത്. ഓക്കെ, ദെൻ മാർക്കൊന്നും നമ്മൾ വാങ്ങിക്കുന്നൊന്നുമില്ല, അപ്ലോഡൊന്നും ചെയ്യുന്നില്ല. എങ്കിലും നമ്മുടെ ഈ ചാപ്റ്റർ 10 ആണോ മാം? ഏതാ? നമ്മുടെ ഈ ചാപ്റ്റർ 10 ആണോ? ഐസിയുവിന്റെ ചാപ്റ്റർ 10 അല്ല, ചാപ്റ്റർ 10 ക്വസ്റ്റ്യൻസ് ഇടുന്ന ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? 10 ക്വസ്റ്റ്യൻസ് ആണ് ഒരു എക്സാമിന് നമ്മൾ ചെയ്യുന്നത്. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ, അതായത് ഓവറോൾ ഓൾമോസ്റ്റ് ആ ഒരു ചാപ്റ്ററിന്റെ ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻ ആണ് എടുത്തത്. ഓക്കെ, എല്ലാ ടീച്ചേഴ്സും അങ്ങനെ എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് എന്തായാലും ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും എക്സാം നടക്കണം. അതല്ലേ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം. അപ്പൊ നിങ്ങളും പഠിക്കില്ലേ? ഈസി ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും. നിങ്ങൾ അതോർത്ത് ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ഇനിയിപ്പോ 10ൽ 10 തന്നെ എല്ലാവർക്കും കിട്ടണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് പറ്റുന്ന പോലെ നിങ്ങൾ പഠിക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ? വൺ വേർഡ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല, നിങ്ങൾ തന്നെ ആൻസർ ചെയ്യണം. കാരണം നമുക്ക് 1 മണിക്കൂറല്ലേ ക്ലാസ് ഉള്ളൂ. സോ നമുക്ക് 1/2 മണിക്കൂർ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യണം. പിന്നീട് വരുന്ന ഒരു 1/2 മണിക്കൂറാണ് എക്സാമിന് വേണ്ടി എടുക്കുന്നത്. നമുക്ക് എക്സാമിന് വേണ്ടി ടൈം കളയാൻ പറ്റില്ല. നമ്മുടെ ക്ലാസ് മിസ് ആവരുതല്ലോ. അല്ല, എക്സാമിന് ഒബ്ജക്റ്റീവ് അല്ലേ കാരം? എക്സാം നിങ്ങൾക്ക് മെയിൻ എക്സാമിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അത് ഈസി ആവോ? ഓപ്ഷൻ
അല്ലേക്കാരോ? ഈസി ആയിരിക്കും. ഏത് മെയിൻ എക്സാം ആണോ ചോദിക്കുന്നത്? മെയിൻ എക്സാമിന്റെ കാര്യമാണോ? ആ മെയിൻ എക്സാം. മെയിൻ എക്സാം ഒബ്ജക്റ്റീവ് അല്ലേ? നിങ്ങൾക്ക് പഠിക്കുന്നത് തന്നെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഒന്നും വരില്ല കേട്ടോ. ഓക്കെ, അപ്പൊ മൺഡേ എക്സാമിന്റെ കാര്യം മറക്കരുത്. നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഗ്രൂപ്പിലൊന്ന് ഇൻഫോം ചെയ്യണേ. ഇങ്ങനൊരു എക്സാമിന്റെ കാര്യം ഇന്ന് ക്ലാസ്സിൽ കയറാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാനൊന്നുമില്ല പ്രത്യേകിച്ച്. നമ്മൾ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ നല്ല രീതിയിലൊന്ന് പഠിക്കാം. ദെൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഡിസ്ചാർജ് പ്രൊസീജിയറിലെ മൂന്നാമത്തെ പോയിന്റ് ഒന്ന് പറഞ്ഞുതരാമോ? അത് പഠിപ്പിച്ച സമയത്ത് മനസ്സിലായിരുന്നു, പിന്നീട് നോക്കിയപ്പോ കിട്ടുന്നില്ല. ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് അല്ലേ? ഓക്കെ, നോക്കാം. Patient in whom death is agreed to be impending even if intensive care is continued again kept in ICU depending on availability of resources. ഞാൻ പറഞ്ഞു, ഇപ്പോ ഇൻ കേസ് ചില സിറ്റുവേഷനില് പേഷ്യന്റ് ICUവിൽ തുടരുകയാണെങ്കിൽ പോലും ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. കാരണം ആള് റിക്കവറി ഒന്നും ആവുന്നില്ല. ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും ആള് മെഡിസിനോട് പ്രതികരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്, അല്ലെ? ഇപ്പൊ ചിലപ്പോ ഒരു 1 ഡേയ്സോ 2 ഡേയ്സോ 3 ഡേയ്സോ കഴിഞ്ഞിട്ട് പോലും ആള് മെഡിസിനോടൊന്നും പ്രതികരിക്കുന്നില്ല. അങ്ങനെ അത്രയ്ക്കും മോശം സിറ്റുവേഷൻ ആണ്. ചിലപ്പോ ICUവിൽ കിടക്കുമ്പോഴും മരണം വരെ സംഭവിക്കാം എന്നുള്ള അങ്ങനത്തെ ചില കേസസുകൾക്ക് വരും. അത് ഡോക്ടേഴ്സ് ആണ് അതിന് വിലയിരുത്തുന്നത്. അങ്ങനത്തെ കേസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ബേസിക്കലി ഡെത്ത് ആവില്ലേ പേഷ്യന്റ്? അതാണോ അവിടെ? അതായത് ഇത് നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ICUന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. ഇൻ കേസ് ചിലപ്പോ വാർഡിലേക്കോ അങ്ങനെയായിരിക്കാം ഷിഫ്റ്റ് ചെയ്യുക. അതായത് ICUവിൽ ഇങ്ങനെ കുറെ ദിവസം ഇപ്പൊ ഒരു 10 ഡേയ്സോ അങ്ങനെയൊക്കെ എടുത്തിയാൽ പോലും ചിലപ്പോ എന്താ പറയാ ആള് റിക്കവറി ആകുന്നില്ല. അപ്പൊ പിന്നെ അത്രയും നമുക്ക് ICUവിൽ ചാർജ് ഉണ്ട്. നമുക്കറിയാം ഓരോ ദിവസത്തിനും ഓരോ ചാർജ് ഉണ്ടെന്ന്, അല്ലെ? അപ്പൊ ഇപ്പൊ ചിലപ്പോ ഇൻ കേസ് അങ്ങനെ നമ്മൾ ചില ഹോസ്പിറ്റലുകാർ ചിലപ്പോ ഓൾറെഡി ICUവിൽ കിടത്തിയിരിക്കാം ചിലപ്പോ. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ പേഷ്യൻസ് അങ്ങനെ ഡെത്ത് വരെ സംഭവിക്കാം എന്നുള്ള സിറ്റുവേഷനിലേക്ക് വരാം. അങ്ങനെയുള്ള കേസസിൽ ചിലപ്പോ ആളെ ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ പറയാറില്ല, ഇപ്പൊ വളരെ പ്രായം കൂടിയ ആളുകളൊക്കെ ഇതുപോലെ അങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങനെ കിടപ്പായിട്ടുള്ള രോഗികളൊന്നും അങ്ങനെ കിടത്താറില്ല കൂടുതലായിട്ടും, അല്ലെ? നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോ എന്ന് പറയാറുണ്ട് ചില സിറ്റുവേഷനിൽ ഡോക്ടേഴ്സ്. ആ ഒരു ഇതൊന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ, ദെൻ നമ്മളൊന്ന് നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെക്കിയത്. ഇതൊരു ചെറിയൊരു ചാപ്റ്റർ ആണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കഴിഞ്ഞ ബാച്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. സോ നമ്മൾക്ക് ഈ ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്. പെട്ടെന്ന് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ICUവിന്റെ കുഴപ്പമൊന്നും ഇല്ലല്ലോ? മനസ്സിലായിട്ടില്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ആ ചാപ്റ്റർ? ഓക്കെ, അപ്പൊ മൺഡേ ടെസ്റ്റ് പേപ്പറിന്റെ കാര്യം മറക്കരുതും. പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ള ഗ്രൂപ്പിലൊന്ന് ഇൻഫോം ചെയ്യണം. നമ്മൾ ഇനി നെക്സ്റ്റ് ഒരു ചാപ്റ്റർ എടുക്കുകയാണ്. ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡ്. നിങ്ങൾ ചാപ്റ്ററിന്റെ പേരുകൾ മാത്രം ഒന്ന് ഓരോ ടീച്ചേഴ്സിന്റെ ഓരോ നോട്ട്ബുക്ക് എടുത്തിട്ടില്ലേ? അപ്പൊ ഓരോ ടീച്ചേഴ്സും എടുത്ത ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ അത് ടിക്ക് ചെയ്ത് അല്ലെങ്കിൽ അത് പേര് എഴുതി വെച്ച് പോകണം കേട്ടോ. ഓരോ ടീച്ചേഴ്സിനും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഓരോ ചാപ്റ്ററിന്റെ പേരുകൾ ഒന്ന് ഏതൊക്കെ ചാപ്റ്ററുകളാണ് എടുത്തെടുത്ത് വെക്കണം കേട്ടോ. ഓക്കെ, നോട്ട്സ് നമ്മൾ തരും. നോട്ട്സ് നമുക്ക് എക്സ്ട്രാ നോട്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് നോട്ട്സ് തരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം. ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ. അച്ഛൻ ഞാനൊരു ക്ലാസ്സില്ല, പിന്നെ വന്ന് കഥ പറയാൻ പോകും. എന്താ? ഓക്കെ, ഇനി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും മ്യൂട്ട് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നില്ല. നമ്മൾ കമന്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് മാക്സിമം എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ,
നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വാർഡ് എന്ന് പറയുന്നത് അല്ലെ. നമ്മള് ചിലപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ നമ്മളോ ഒക്കെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആകുമ്പോൾ വാർഡിലൊക്കെ അഡ്മിറ്റ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ഹോസ്പിറ്റലിലെ വാർഡ് എന്താണെന്നും അതിനുള്ളിലെ സംഭവങ്ങൾ അല്ലെ, ഏതൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും ഒരു വാർഡില്, അതൊക്കെ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പൂർണ്ണമായിട്ടും പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഒരു ഡെഫിനിഷൻ പോലെ ഫസ്റ്റ് പറയുന്നുണ്ട്. ഡെഫിനിഷൻ നോക്കാം. ഓക്കെ, ഒരാളൊന്ന് ഡെഫിനിഷൻ ഒന്ന് വായിക്കാമോ? ഏതെങ്കിലും ആരെങ്കിലും വായിച്ചോളൂ. A ward is a room in hospital where beds are arranged for main people, often people who need similar treatment. Stay can be long term or short term depending upon the severity of condition. ഓക്കെ, വായിച്ചിട്ട് മീനിങ് മനസ്സിലായോ? ഇപ്പൊ വായിച്ചവർക്ക് മനസ്സിലായോ മീനിങ്? ഒരു പറയണോ? പറഞ്ഞു. നമ്മൾ ഒരു വാർഡില് ഒരു വാർഡ്, അതായത് ഹോസ്പിറ്റലില് എവിടെയൊക്കെയാണ് ബെഡ് ഇടേണ്ടതെന്ന് അറേഞ്ച് ചെയ്ത് പീപ്പിളിനെ കിടത്തും, ജനങ്ങളെ. ഡെഫിനേഷൻ നോക്കണ്ട, എന്താണ് സ്വന്തമായിട്ട് പറഞ്ഞോളൂ. ഒരു വാർഡ് എന്ന് പറയുമ്പോ എന്തൊക്കെയാണ് ആ വാർഡിൽ കാണുന്നത്? നമ്മളൊരു ഹോസ്പിറ്റലിന്റെ എങ്ങനെയാണ് ഒരു വാർഡ് എന്ന് പറയുന്നത്? അങ്ങനെ പറഞ്ഞോളൂ. ഇത് തന്നെ സെയിം പറയുന്നതും വേണ്ട. നിങ്ങൾ എന്താണോ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു വാർഡിൽ കാണുന്നത്, എങ്ങനെയൊക്കെയാണ് ഒരു വാർഡ് എന്ന് പറയുന്നത്? ഒരു വാർഡ് എന്ന് പറയുന്നത് കുറച്ച് പേഷ്യന്റിനെ കിടത്താൻ ബെഡ് അറേഞ്ച് ചെയ്തിട്ടിരിക്കും. അവിടെ പേഷ്യന്റ് അഡ്മിറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ വാർഡില് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു നേഴ്സിന്റെ റൂം കാണും. നഴ്സിംഗ് റൂം ഉണ്ട്. പിന്നെ എന്തുവാ, ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത്രയൊക്കെ തന്നെയാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. നമ്മള് നോർമലി കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാ പറയാം. നോക്കാട്ടോ ഡെഫിനിഷൻ. A ward is a room in a hospital where beds are arranged for many people. ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് വാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു റൂമാണ്, ഒരു ഹോള് പോലെ നീളത്തിലുള്ള ഒരു റൂമാണ് അല്ലെ. where beds are arranged for many people. അവിടെ കുറെ ബെഡുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പീപ്പിൾസിന് വേണ്ടി, പേഷ്യൻസിന് വേണ്ടി ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. often people who need similar treatment. അതിൽ ചില പീപ്പിൾക്ക് അതായത് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും നൽകുക അല്ലെ. ഏകദേശം ഒരേ അസുഖങ്ങൾ വരുന്ന പേഷ്യൻസ് ഒക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. സ്റ്റേ ക്യാൻ ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം ഡിപ്പെൻഡിങ് അപ്പോൺ ദി സെവറിറ്റി ഓഫ് കണ്ടീഷൻ. ഇനി നമ്മൾ വാർഡിൽ പേഷ്യൻസ് ഉണ്ടാവുന്ന പറഞ്ഞു, എല്ലാ പേഷ്യൻസും ഒരേ ടൈമിൽ തന്നെയാണ് അഡ്മിറ്റ് ആവുന്നത്, ഡിസ്ചാർജ് ആകുന്നതും സെയിം ടൈം തന്നെ ഇരിക്കോ? ഒരേ ഡേയിൽ തന്നെയാണോ എല്ലാവരും ഡിസ്ചാർജ് ആയി പോണത്? ആണോ? അല്ല. വ്യത്യസ്തമുണ്ട് അല്ലെ. അതായത് അതാണ് ഇവിടെ പറയുന്നത്. സ്റ്റേ ക്യാൻ ബി ലോങ് ടേം. ചിലവര് ലോങ് ടൈമിൽ കിടക്കും. ഒരു 10 ദിവസമൊക്കെ അഡ്മിറ്റ് ആയവര്, അല്ലെങ്കിൽ ഒരു 15 ദിവസമൊക്കെ അഡ്മിറ്റ് ആയ പേഷ്യൻസ് ഉണ്ടാവും. ചിലവർ ഷോർട്ട് ടൈം ആയിരിക്കും. ചിലപ്പോൾ ഒരു 5 ദിവസത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് അവരെ ഡിസ്ചാർജ് ചെയ്യും അല്ലെ. അപ്പോ ഡിപ്പെൻഡിങ് അപ്പോൾ ഇങ്ങനെ അവരുടെ ആ ഒരു ലോങ് ടേമും ഷോർട്ട് ടൈമും തീരുമാനിക്കുന്നത് ആ പേഷ്യന്റിന്റെ സെവറിറ്റി ഓഫ് കണ്ടീഷൻ, മീൻസ് അവരുടെ രോഗാവസ്ഥയുടെ കണ്ടീഷൻ, അല്ലെങ്കിൽ അവരുടെ രോഗത്തിന്റെ ഒരു തീവ്രതയ്ക്ക് അനുസരിച്ചിട്ടാണ് ആള് എത്ര ദിവസം അവിടെ അഡ്മിറ്റ് ആക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതാണ് ഒരു ഡെഫിനിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഒരു റൂമാണ് ഈ വാർഡ് എന്ന് പറയുന്നത്. അവിടെ ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പേഷ്യൻസിന് വേണ്ടി. ദെൻ സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും ആ പേഷ്യൻസിന് ലഭിക്കുക. ദെൻ ചില പേഷ്യൻസ് എന്ത് ചെയ്യും? ലോങ് ടേം അല്ലെങ്കിൽ കുറച്ച് ഡേയ്സ് കൂടുതൽ കിടക്കും. ചില പേഷ്യൻസോ ഇപ്പൊ 5 ദിവസമോ 3 ദിവസമോ അതുപോലെ കിടക്കും. അങ്ങനെ കിടക്കുന്നത് അവരുടെ രോഗത്തിന്റെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ചാണ്. ഓക്കെ, എന്താണ് ഡെഫിനിഷൻ? ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പറയുന്നത് ദ പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്. ഇങ്ങനെ ഹോസ്പിറ്റലുകളില് ഇങ്ങനെയുള്ള വാർഡുകൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് എന്തെങ്കിലും ഉദ്ദേശമൊക്കെ ഉണ്ടാവുമല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വാർഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം കേട്ടോ. പോയിന്റ്സ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, പ്രൊമോട്ടിംഗ് ഹെൽത്ത്, ടീച്ചിങ്, റിസർച്ച്, render professional nursing and medical care to patient, provide necessary equipments, essential drugs and all other stores requirement for patient care in an organized manner. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. എന്താണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു ടേമാണ്.
ഡയഗ്നോസിസ് ടെസ്റ്റ് എന്നൊക്കെ പറയും, അതായത് രോഗം നിർണ്ണയിക്കുന്ന ടെസ്റ്റുകൾ അല്ലെ. അപ്പോ രോഗം നിർണ്ണയിക്കുക, അതിനുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും തുടരാൻ വേണ്ടിയിട്ടാണ് വാർഡ് അല്ലേ. നമ്മള് ലാബ് ടെസ്റ്റുകളും കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്യിക്കും, നമ്മൾ അഡ്മിറ്റ് ആക്കിയിട്ട് ഇല്ലേ. ആ ടെസ്റ്റിന്റെ ഒക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ ഡോക്ടർ പറയാറില്ലേ. അപ്പോ ആ ഒരു ഇതാണ് ഡയഗ്നോസിസ് ആണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. രോഗം നിർണ്ണയിക്കുക, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. സെക്കൻഡ്, പ്രൊമോട്ടിംഗ് ഹെൽത്ത്. പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോത്സാഹിപ്പിക്കുക, ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക, അതായത് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നൊക്കെ തന്നെയുള്ള സെയിം മീനിങ് ഒക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. ദെൻ ടീച്ചിങ്. ഇവിടെ ടീച്ചിങ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നതാണോ ടീച്ചിങ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ആ രോഗികളുടെ മേലൊരു അധ്യാപനം പോലെ അല്ലെ. നമുക്കറിയാം, നമ്മൾ വാർഡിൽ കിടക്കുമ്പോൾ നഴ്സുമാർ വരാറുണ്ട് അല്ലെ. അവരിടയ്ക്ക് വന്ന് ബി.പി ചെക്ക് ചെയ്യും, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും, പിന്നെ കുറെ കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് പോകാറില്ലേ. റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാറുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു സമീപനം എപ്പോഴും ഉണ്ടാകും, ആ ഒരു അധ്യാപനം അല്ലെങ്കിൽ ആ ഒരു ടീച്ചിങ്. ഓക്കെ, അതാണ് ടീച്ചിങ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ദെൻ റിസർച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവേഷണം നടത്തുക എന്നുള്ളൊരു മീനിങ് ആണ്. ഇവിടെ ഗവേഷണം എന്ന് പറയുന്നത് വലിയ വലിയ ഗവേഷണത്തിൽ പോകുന്നതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രോഗം എന്താണോ അത് ഇതുപോലെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതില് എന്താണോ എന്നൊക്കെയുള്ളത് ക്ലിയർ ആയിട്ട് പ്രോപ്പർ ആയിട്ട് രോഗം നിർണ്ണയിക്കുക, അതാണ് റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെൻഡർ പ്രൊഫഷണൽ. ഇനി മ്യൂട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നമുക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഇനി മ്യൂട്ട് ചെയ്യാത്തവരൊന്ന് പെട്ടെന്ന് തന്നെ മ്യൂട്ട് ചെയ്യൂ. നിങ്ങൾ ഒരാളെ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ വളരെ ഡിസ്റ്റർബ് ആണ് ക്ലാസ് മൊത്തം. ബാക്കിയുള്ളവർക്ക് അതൊരു ഡിസ്റ്റർബ് ആയിട്ട് ഫീൽ ചെയ്യും. സോ മ്യൂട്ട് ചെയ്യണം. ക്ലാസിന്റെ ഇടയിൽ നമുക്കത് ക്ലാഷ് ആയി പോകരുത് കേട്ടോ. റിസർച്ച് വരെ ഓക്കെയാണ്. റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്. റെൻഡർ പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സസിന്റെയും അവരുടെ ഒരു മെഡിക്കൽ കെയർ പേഷ്യൻസിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നഴ്സസിന്റെ കെയറുകൾ നൽകുക. Then provide necessary equipments, essential drugs and other stores. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഇനി മ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മ്യൂട്ട് ചെയ്യണേ, ക്ലാസ് ഡിസ്റ്റർബ് ആകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ റെൻഡർ പ്രൊഫഷണൽ പ്രൊവൈഡ് നെസസറി എക്യുപ്മെന്റ്സ്, എസെൻഷ്യൽ ഡ്രഗ്സ് ആൻഡ് ഓൾ അതർ സ്റ്റോർസ് റിക്വയർമെന്റ്. എക്യുപ്മെന്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, ആരോ പറഞ്ഞല്ലോ ഫസ്റ്റില്, മറ്റേ എന്താ പറയാ, നമുക്കറിയാം നമുക്ക് മറ്റേ ട്രിപ്പിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവാറില്ല, ആ ഒരു സൈഡിൽ തന്നെ ഒരു ട്രിപ്പിന്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ്. ഓക്കെ, അപ്പോ അതിന് വേണ്ട, അതായത് ആ ഒരു വാർഡിൽ വേണ്ട എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പർപ്പസിൽ വരുന്നത്. ഓക്കെ, എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങള്, അതായത് നമ്മൾക്കറിയാം നമ്മൾ ട്രിപ്പൊക്കെ ഇടുന്ന ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ മറ്റേ നമ്മള് നീഡിലൊക്കെ ഇട്ടിട്ട് ചെയ്യാറില്ലേ. ലാസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത്. എക്യുപ്മെന്റ്സ് മീൻസ് നമ്മള് ഇപ്പോ എന്താ പറയാ, ഒരു ഓക്സിജൻ സിലിണ്ടർ അല്ലെങ്കിൽ നമുക്ക് ട്രിപ്പ് ഇടുമ്പോ ഒരു സ്റ്റാൻഡ് പോലെ മരുന്നൊക്കെ ഇഞ്ചക്ട് ചെയ്തിട്ട് ഒരു കുപ്പിയിൽ മരുന്നൊക്കെ ഇങ്ങനെ ഇടാറില്ലേ സ്റ്റാൻഡില്, അതൊക്കെ ഒരു എക്യുപ്മെന്റ്സിൽ പെടുന്നതാണ്. അതൊക്കെ നമ്മളുടെ ആ ഒരു പേഷ്യന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങളല്ലേ. പിന്നെ നമുക്കറിയാം ഓക്സിജൻ സിലിണ്ടർ ഒക്കെ ഉണ്ടാവും, സെറ്റ് ചെയ്തിട്ടുണ്ടാവും ആ വാർഡിൽ അല്ലെ. അങ്ങനെയുള്ളതൊക്കെയാണ് എക്യുപ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡ്രഗ്സ്, എസെൻഷ്യൽ ഡ്രഗ്സ് മീൻസ് നിങ്ങൾക്കറിയാം, ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മെഡിസിൻ ആണ് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യമുള്ള മെഡിസിൻസും കാര്യങ്ങളും പേഷ്യന്റ് കെയറിനുള്ളത് അതൊക്കെ ഓർഗനൈസ്ഡ് മാനർ, നല്ല രീതിയിൽ, അതായത് പ്രോപ്പർ ആയിട്ട് അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതിനൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിന്റെ ഒരു വാർഡ് എന്ന് പറയുന്നത്. അതാണ് ഈ പർപ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ചെറിയ ചെറിയ പോയിന്റ്സ് അല്ലേ, ഇത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ഒന്ന് പഠിക്കുക. ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മെഡിസിൻ ആണ് കേട്ടോ. ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ മെഡിസിൻ ആണ്.
നെക്സ്റ്റ് നോക്കാം. റെൻഡർ മീൻസ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയിട്ട് അങ്ങനെ കടന്ന് ചിന്തിക്കേണ്ട, കുഴപ്പമില്ല. നിങ്ങൾ ആ പ്രോപ്പർ ആയിട്ടുള്ള മീനിങ് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് കുറച്ച് ക്ലാസ്സുകളല്ലേ ആയിട്ടുള്ളൂ, അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. അത് റെഡി ആയിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് നോക്കാം. കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് വാർഡ് സ്പേസ്. ഇനി ഒരു വാർഡിലുള്ള സ്പേസസുകൾ എന്തൊക്കെയാണ് നോക്കാം. എളുപ്പമാണ്. മെയിൻ ആയിട്ട് 3 സ്പേസസ് ആണുള്ളത്. ഇതിന് ചെറിയൊരു കോഡ് പോലെ പറയാം. PNC പഠിക്കാം. PNC. P എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റ് സ്പേസ്. M നഴ്സിംഗ് സ്പേസ്. ആൻഡ് C കോറിഡോർസ്. പേഷ്യന്റ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പേഷ്യൻസ് കിടക്കുന്ന ആ ഒരു ഏരിയയിലെ ബെഡും കാര്യങ്ങളൊക്കെ ഇട്ട് ആ നമ്മളുടെ ഒരു എന്താ പറയാ, ഒരു നീളത്തിലുള്ള ഒരു റൂം. പേഷ്യന്റ് സ്പേസ്. നഴ്സിംഗ് സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, നിങ്ങള് ICUല് വാർഡിൽ കിടക്കുമ്പോൾ വാർഡിന്റെ അറ്റത്ത് ഒരു നഴ്സിംഗ് റൂം പോലെ ചെറിയൊരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു റൂമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലാസ് ഒക്കെ ഇട്ട് ഒരു സ്ക്വയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ ആ ഒരു വാർഡ് ഇൻചാർജും ഒരു നഴ്സ് ഉണ്ടാവും. ഒത്തിരി നമ്മളുടെ പേഷ്യൻസിനെ സംബന്ധിച്ച് വരുന്ന ഫയലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. പിന്നെ അത്യാവശ്യമുള്ള മെഡിസിൻസും മറ്റ് ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് നഴ്സിംഗ് സ്പേസ് എന്ന് പറഞ്ഞാല് അല്ലെ. നമ്മൾ വാർഡിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യന്റിനെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ആ നഴ്സിന്റെ അടുത്ത് പോയിട്ട് എപ്പോഴും ചോദിക്കുക. അതാണ് നഴ്സിംഗ് സ്പേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ പേഷ്യന്റ് സ്പേസ്. പേഷ്യന്റ് നമ്മൾ ആ കിടക്കുന്ന ഒരു ഏരിയ. ദെൻ നഴ്സിംഗ് സ്പേസ്, നഴ്സസ് ഇരിക്കുന്ന ഒരു ഏരിയ. ദെൻ കോറിഡോർസ്. കോറിഡോർസ് മീൻസ് ഇടനാഴി അല്ലെ. അതായത് ഒരു നടുവിൽ കൂടി ഒരു കുഞ്ഞു വഴിയൊക്കെ ഉണ്ടാവില്ലേ പേഷ്യൻസിനും അല്ലെങ്കിൽ നഴ്സസിനും മറ്റുള്ളവർക്ക് നടക്കുന്നതിന് കുഞ്ഞിടനാഴി. അതാണ് കോറിഡോർസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് 3 കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് വാർഡ് സ്പേസിൽ പറയുന്നത് PNC. ഓർത്തിരിക്കാം, അത് കോഡായിട്ട് തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. PNC. നിങ്ങള് എന്താ പറയാ, ബൈഹാർട്ട് പഠിക്കുമ്പോൾ ചിലപ്പോ പേഷ്യന്റും ഓർമ്മ വരും, നഴ്സിനും ഓർമ്മ വരും. മൂന്നാമത്തെ എന്ത് സംഭവമാണെന്ന് ഓർമ്മ കിട്ടില്ല അല്ലെ. സോ അതുകൊണ്ട് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് PNC എന്ന് പറഞ്ഞൊന്ന് പഠിക്കുക കേട്ടോ. വാർഡ് സ്പേസ് PNC. ഓക്കെ അല്ലേ. മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് PNC എന്ന് പറയുന്നത്. P എന്ന് പറയുമ്പോൾ പേഷ്യന്റ്, നഴ്സ്, കോറിഡോർസ്. നോർമലി പേഷ്യന്റ് നഴ്സും കിട്ടി, C കിട്ടിയ പോലെ കോറിഡോർസ് നോക്കാൻ വേണ്ടി. സോ PNC കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ടൈപ്സ് ഓഫ് വാർഡ്സ് അല്ലെ. എത്ര ടൈപ്പിലുള്ള വാർഡുകൾ ഉണ്ടെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. വാർഡുകൾ അല്ലെ. നമുക്കറിയാം ജനറൽ വാർഡ് മെയിൻ ആയിട്ട് ജനറൽ വാർഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് അല്ലെ. ജനറൽ വാർഡ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് വാർഡ് ഉണ്ട്. നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലുകളിലും ഇതുപോലെ സ്പെഷ്യലൈസ്ഡ് വാർഡുകളൊന്നും കാണണമെന്നില്ല അല്ലെ. സ്പെഷ്യൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് അവിടെ അതിനുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജനറൽ വാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് അസുഖങ്ങൾ, ഇപ്പൊ പനി, ചുമ, അങ്ങനെ ചെറിയ ചെറിയ കോമൺ ആയിട്ടുള്ള അസുഖങ്ങളില്ലേ, കോമൺ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും ജനറൽ വാർഡിൽ ഉള്ളത്. ദെൻ സ്പെഷ്യലൈസ്ഡ് വാർഡ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണ് അല്ലെ. നമുക്കറിയാം വലിയ ഹോസ്പിറ്റൽ എന്നല്ല ടീച്ചർ ഉദ്ദേശിച്ചത്. ചില ഹോസ്പിറ്റലിലൊന്നും സ്പെഷ്യൽ വാർഡുകളൊന്നും ഉണ്ടാകില്ലല്ലോ. അവിടെ അതിനുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ടെങ്കിലേ ആ ഒരു പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ വരുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാം. സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് എക്സാമ്പിൾ ആണ് കേട്ടോ. ഏതൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ്. ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ് നമുക്കറിയാം. ഗൈനക്കായിട്ടുള്ള എന്തെങ്കിലും സർജറീസോ പ്രശ്നങ്ങളുള്ള പേഷ്യൻസ് ഉണ്ടാവാം. ദെൻ മെറ്റേണിറ്റി വാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും ആ ഒരു വാർഡിൽ. ഫീമെയിൽ വാർഡാണത് അല്ലെ. അപ്പോ അങ്ങനെയുള്ള ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസോ അല്ലെങ്കിൽ ഗൈനക് പരമായിട്ടുള്ള പേഷ്യൻസോ അങ്ങനെയുള്ള പേഷ്യൻസ് മാത്രമായിരിക്കും ആ ഒരു വാർഡിൽ കിടക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഗൈനക്. ദെൻ സെക്കൻഡ് ഓങ്കോളജി. എന്തിന്റെയാണ് ഓങ്കോളജി എന്ന് പറയുമ്പോൾ കമന്റ് ചെയ്യാമോ? ഓങ്കോളജി ഓക്കെ, ക്യാൻസർ പേഷ്യൻസ് ആണ് ഓങ്കോളജി എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ ഇവിടെ മെഡിസിൻ കഴിക്കുന്നവരുണ്ടാവും. ഇപ്പൊ ക്യാൻസറിൽ തന്നെ സർജറീസ് ഒക്കെ കഴിഞ്ഞ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പോ സർജറീസ് കഴിഞ്ഞ പേഷ്യൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ മെഡിസിൻസ് ചെയ്യുന്ന പേഷ്യൻസ്, അങ്ങനെയുള്ള മെയിൻ ആയിട്ട് ക്യാൻസർ പേഷ്യൻസ് ആണ് ഈ ഓങ്കോളജി വാർഡിൽ അഡ്മിറ്റഡ് ആയിരിക്കുന്നത്.
വേറെ സെപ്പറേറ്റ് പേഷ്യൻസ് ഒന്നും ഉണ്ടാവില്ല, ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കും കൂടുതൽ. Then next one, nephrology. നെഫ്രോളജി എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? നെഫ്രോളജി കിഡ്നി അല്ലെങ്കിൽ അങ്ങനെ കിഡ്നി അല്ലെ, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ളത് ഡയാലിസിസ്, കാർഡിയോളജി അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണ് നെഫ്രോളജിയിൽ വരുന്നത്. അപ്പൊ അത് സംബന്ധമായിട്ട് വരുന്ന കേസസ് ഒക്കെയാണ് നെഫ്രോളജി വാർഡിൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. ദെൻ ന്യൂറോളജി. ന്യൂറോളജി മീൻസ് നെർവേഴ്സിന്റെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. നെർവേഴ്സിന്റെ, അതായത് എന്തെങ്കിലും നാഡീവ്യവസ്ഥയോ നട്ടെല്ലിനെ ബാധിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോ സർജറി കാര്യങ്ങളൊക്കെ വരുന്നത്, അതൊക്കെയാണ് ന്യൂറോളജി വാർഡിൽ അഡ്മിറ്റഡ് ആക്കുക. ദെൻ ലാസ്റ്റ് വൺ, ഒപ്താൽമോളജി. എന്താണ് ഒപ്താൽമോളജി എന്ന് പറയുന്നത്? നേത്ര വിഭാഗം അല്ലെ. ഇപ്പൊ കണ്ണിന്റെ ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ കണ്ണിന്റെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വാർഡിൽ ആ ഒരു കണ്ണിന്റെ ആൾപ്പെട്ട പേഷ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ പേഷ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ഒപ്താൽമോളജി എന്ന് പറയുന്നത്. ഇത് നിങ്ങള് കുറച്ച് ടേംസ് നിങ്ങൾ പഠിച്ചില്ലേ? ഗൈനക്കോളജി, ഓങ്കോളജി, നെഫ്രോളജി, ന്യൂറോളജി, ഒപ്താൽമോളജി. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം അത് പഠിക്കുമ്പോൾ. CTVS ഓർമ്മയുണ്ടോ? CTVS പറഞ്ഞത് ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാമോ? കാർഡിയോ thoracic vascular സർജറി. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടോ? ഇപ്പോ എല്ലാവരുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടോ? ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കാം. നോട്ട്ബുക്ക് എടുക്കാം. ചാപ്റ്ററിന്റെ പേരൊന്നും എഴുതാട്ടോ എല്ലാവരും. ചാപ്റ്ററിന്റെ പേര് എഴുതാം. ഹോസ്പിറ്റൽ വാർഡ്. ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഗൈനക്കോളജി, മെറ്റേണിറ്റി നിങ്ങൾക്ക് അറിയാലോ. സ്പെഷ്യലൈസ്ഡ് വാർഡ് എന്ന് ഹെഡിങ് കൊടുക്കാം കേട്ടോ. സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് ഹെഡിങ് കൊടുക്കാം. സ്പെഷ്യലൈസ്ഡ് വാർഡ്. കൊടുത്തായിരുന്നു. ഓങ്കോളജി എഴുതാം. ഓങ്കോളജി ഒരു ഹൈഫൻ ഇടാം കേട്ടോ. ഓങ്കോളജി സ്പെല്ലിംഗ് ഒക്കെ സ്ക്രീനിൽ നോക്കി എഴുതാം. ഓങ്കോളജി. ഓങ്കോളജി ഒരു ഹൈഫൻ ഇട്ടിട്ട് ക്യാൻസർ എന്ന് എഴുതാം കേട്ടോ. ക്യാൻസറിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി ഹൈഫൻ ക്യാൻസർ. ദെൻ നെക്സ്റ്റ് എഴുതാം നെഫ്രോളജി. നെഫ്രോളജി എന്ന് എഴുതാം. നെഫ്രോളജി ഹൈഫൻ ഇട്ടിട്ട് കിഡ്നി എന്ന് എഴുതാം കേട്ടോ. കിഡ്നി. നെഫ്രോളജി കിഡ്നി എന്ന് കൊടുക്കാം, ഹൈഫൻ ഇടാം. Then next one ന്യൂറോളജി കൊടുക്കാം. ന്യൂറോളജി ഹൈഫൻ ഇടാം. ന്യൂറോളജി.
Okay, neurology hyphen ഇടാ, nervous. Then ophthalmology എഴുതാം, ophthalmology hyphen ഇടാ, eye. Ophthalmology hyphen ഇട്ടിട്ട് eye എഴുതാം. ഓക്കെ, കംപ്ലീറ്റ് ആയില്ലേ? അതായത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടിയാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ സെക്ഷനിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചുള്ള പഠനമാണ്, അത് ഏത് ശാഖയാണ്, അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ പേര് എന്താണ്, അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാനാണ് ഈ ഒരു കുഞ്ഞു സെക്ഷൻ കൂടി എടുക്കുന്നുള്ളൂ കേട്ടോ. നോക്കാം, മെയിൻ കമ്പോണൻസ് ഓഫ് എ വാർഡ്. ഇനി ഒരു വാർഡിലെ മെയിൻ കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ആയിട്ട് 4 കോമ്പോണൻസ് ആണ്. കോമ്പോണൻസ് വെച്ചാൽ ഓരോ ഏരിയകളൊക്കെ ഇല്ലേ, ആ ഏരിയകളുടെ ഉള്ളിൽപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. നോക്കാം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കണം. ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. പേഷ്യന്റും അല്ലെങ്കിൽ ആ ഒരു നഴ്സസും, നഴ്സിംഗ് കൗണ്ടർ, നഴ്സസ്മാരുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ക്ലിനിക്കൽ ഏരിയയിൽ ഉൾപ്പെടുന്നത്. പേഷ്യന്റും നഴ്സൊക്കെയാണ് അവിടെ കൂടുതലും ഉൾപ്പെടുന്നത്. ഡോക്ടേഴ്സ് ഇല്ല, പേഷ്യന്റും നഴ്സുമാണ് മെയിൻ ആയിട്ട് ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത്. സെക്കൻഡ് വൺ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതാട്ടോ. നമുക്കൊന്ന് പറയാം ആദ്യം, എന്നിട്ട് നിങ്ങൾ അതൊന്ന് നോട്ട്ബുക്കിൽ എഴുതണേ. ഓക്സിലറി ഏരിയ. ഓക്സിലറി മീൻസ് എന്താണ്? ഓക്സിലറി ഒന്ന് കമന്റ് ചെയ്യാമോ? കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഓക്സിലറി? ഓക്സിലറി വെർബ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഓക്സിലറി എന്ന് പറയുമ്പോൾ സഹായക അല്ലെങ്കിൽ എന്താ പറയാ, ഹെൽപ്പിംഗ് ആയിട്ട് വരുന്ന ഏരിയാസ്, ക്ലിനിക്കലായിട്ട് ഹെൽപ്പ് ആയിട്ട് വരുന്ന ഏരിയകളാണ് ഓക്സിലറി ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം, ഓക്സിലറി ഏരിയയിൽ വരുന്നതാണ് നഴ്സസ് റൂമും ഡോക്ടേഴ്സ് റൂമും. നഴ്സിന്റെ റൂമും ഡോക്ടറിന്റെ റൂമാണ് ഓക്സിലറി ഏരിയയിൽ വരുന്നത്. ആൻസിലറി ഏരിയ. ആൻസിലറി മീൻസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധപ്പെട്ട ഒരു ഏരിയ ആണ് ആൻസിലറി. ആൻസിലറി ഏരിയയിൽ വരുന്നത് പാൻട്രി, പേറും ട്രോളിബേ. പാൻട്രി മീൻസ് എന്താണ്? പാൻട്രി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കമന്റ് ചെയ്യണേ അറിയാവുന്നവരാണെങ്കിൽ. പാൻട്രി മീൻസ് കലവറ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ കലവറ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോ എന്താ പറയാ, ഇപ്പോ പാത്രങ്ങള് അല്ലെങ്കിൽ ഇപ്പോ അതുമായിട്ട് ഇപ്പോ നമുക്കറിയാം ഒരു വാർഡില് ഒരു ഒരു പാത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലം ഉണ്ടാവും. ഇപ്പൊ ട്രേസും കാര്യങ്ങളും അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും പാത്രങ്ങളോ അങ്ങനെ ഇപ്പോ ബക്കറ്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലെ. അതാണ് ഈ പാൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത്. ഡേ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അതിനോട് അറ്റാച്ച് ചെയ്തിരുന്ന റൂമാണ്. ജസ്റ്റ് ഒരു റിഫ്രഷ്മെന്റിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡേ റൂം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ട്രോളിബേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും. ഹോസ്പിറ്റലിലായാലും നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ചെറിയൊരു ട്രേ പോലത്തെ സംഭവത്തിൽ ഇങ്ങനെ നിൽക്കുന്ന പോകില്ല. മരുന്നും കാര്യങ്ങളും മെഡിസിൻ ഒക്കെ നഴ്സുമാരെ കൊണ്ടുപോകാറുണ്ട് അല്ലെ. ഇഞ്ചക്ഷൻ ഉണ്ടാകാനകത്ത് മരുന്നുണ്ടാവും, ട്രേയില് ഇഞ്ചക്ഷനും ഓരോ റൂമിലോട്ട് പോകുന്ന ഓരോ പേഷ്യൻസിന്റെ മരുന്നുകളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ട് ഈ ഒരു ട്രേ ട്രോളിയിലെ ഉള്ളിക്കൂടാണ് ഓരോ റൂമിലും പോയിട്ട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതാണ് ട്രോളിബേ എന്ന് പറയുന്നത്. ഡേ റൂം എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു റൂം, നമുക്കൊരു എന്താ പറയാ, ഒരു വാർഡിന്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു റൂം പോലെ ഉണ്ടാവില്ലേ. അതായത് എന്താ ഒരു ചെറിയൊരു റൂം, അതായത് വേറെ റിഫ്രഷ്മെന്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ചെറിയൊരു റൂമാണ്. അത്രയൊന്നും ആലോചിച്ചാൽ മതി. കേവലം എക്കോ വരുന്നുണ്ടോ? സൗണ്ട് വില ക്ലാരിറ്റി വില കുറവുണ്ടോ? ഓക്കെ, ആൻസിലറി എന്ന് പറയുന്നത് അതിനകത്ത് ഉൾപ്പെടുന്നതാണ് പാൻട്രി, ഡേ റൂം, ട്രോളിബേ. പാൻട്രി മീൻസ് പാത്രങ്ങളും മറ്റു സാധനങ്ങളൊക്കെ വെക്കും. പാത്രങ്ങളൊക്കെ വെക്കില്ലേ? പാത്രം എന്ന് വെച്ചാൽ ഇവിടെ അടുക്കളയൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പാത്രം ഉദ്ദേശിക്കുന്നത് മെഡിസിന്റെ ട്രെയികളോ അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ ബക്കറ്റ്സ് അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ കലവറ എന്നാണ് പാൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പാൻട്രി എന്ന് പറയുമ്പോൾ അവിടെ അത്യാവശ്യമുള്ള പാത്രങ്ങളും മറ്റു സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ചെറിയ റൂം. ഡേ റൂം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു റിഫ്രഷ്മെന്റ് പോലെയൊക്കെയുള്ള ഒരു ചെറിയൊരു ഒറ്റത്തായിട്ടൊക്കെ ഒരു ചെറിയൊരു റൂം ഉണ്ടാവില്ലേ, ആ ഒരു റൂമാണ് ഡേ റൂം എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ പേര് തന്നെ ഒന്ന് അത് തന്നെ ഹാൻഡ് വാഷിംഗ് റൂം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. ട്രോളിബേ എന്ന് പറയുമ്പോൾ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ട്രോളി പോലെ കൊണ്ടുപോയിട്ട്
അങ്ങനെ നഴ്സസ് മരുന്നുകളും അല്ലെങ്കിൽ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ അതിനകത്താണ് മുന്നോട്ട് പോകുന്നത്. Then last one, sanitary area. അല്ലെ, കേൾക്കുന്നില്ല? നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ. റേഞ്ചിന്റെ പ്രോബ്ലംസ് ആണോ? നിങ്ങൾക്ക് മൊത്തത്തിൽ കോമൺ ആയിട്ട് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് വൺ, സാനിറ്ററി ഏരിയ. സാനിറ്ററി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ടോയ്ലറ്റ്സും അല്ലെങ്കിൽ ഡേറ്റി യൂട്ടിലിറ്റി ടോയ്ലറ്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്ക് സൈഡിലുള്ള കുറച്ച് ആ ഒരു ഏരിയയിലെ അതാണ് സാനിറ്ററി ഏരിയയിൽ ഉൾപ്പെടുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ഈ ഉള്ളിലുള്ളത് നിങ്ങളോട് ചോദിക്കും, എന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വരാറുണ്ട് ക്വസ്റ്റ്യൻ. കോമ്പോണൻസ് ഏതാണ് അല്ലെങ്കിൽ ഏത് കോമ്പോണന്റ് ആണ്? ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പറയാം, പാൻട്രി, ഡേ റൂം, ട്രോളി ബേ, ഐഡന്റിഫൈ ദ കോമ്പോണന്റ് ഓഫ് വാർഡ്, അങ്ങനെ ചോദിക്കുകയാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ആൻസിലറി ഏരിയയിൽ വരുന്ന എന്തൊക്കെയാണ് അതിനുള്ളിൽ ഉൾപ്പെടുന്നത് ചോദിക്കാം. മെയിൻ ആയിട്ട് ഉള്ളിലുള്ള സംഭവങ്ങൾ ചോദിച്ചിട്ട് അത് ഏത് കോമ്പോണൻസിലാണ് വരുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. സോ ഇതുകൊണ്ട് എല്ലാ ഏരിയകളും ആ ഓരോ ഏരിയകളുടെ ഉള്ളില് എന്തൊക്കെ ഉണ്ടെന്നും കൂടി കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകണം. ഇതൊന്ന് നോട്ട്ബുക്കിലോട്ട് എഴുതണം കേട്ടോ നിങ്ങൾ എല്ലാവരും. ഈ പറഞ്ഞ 4 ഇതിലെ ക്ലിനിക്കൽ ഏരിയകള്, ഈ ഏരിയകളും അതിൻ്റെ ഉള്ളിൽ ഹൈഫൻ ഇട്ടിട്ട് എന്തൊക്കെയാണ് ആ ഒരു സെക്ഷനിൽ വരുന്നതിനും കൂടി നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പൊ ഇത്രയും ഒന്ന് എടുക്കുന്നുള്ളൂ. മൺഡേ വരുമ്പോ എന്ത് ചെയ്യാം? എക്സാമിന് പ്രിപ്പയർ ആയിട്ട് വരണം. ഓക്കെ, മൺഡേ എല്ലാവരും എക്സാമിന് പ്രിപ്പയർ ആകാം. ഓക്കെ, നമ്മുടെ ക്ലാസ് അതിന്റെ പേരാണ്. താങ്ക് യു ഓൾ. ഗ്രൂപ്പിലൊന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ എക്സാമിന്റെ കാര്യം. Thank you.